സോ ഹേ ഗൈസ്, ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു മണി മേക്കിംഗ് അപ്ലിക്കേഷനെ പറ്റിയാണ്. ഇത് ഞാൻ മുമ്പ് ഫേക്ക് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇന്നലെ ഞാൻ വിഡ്രോ ചെയ്യുന്നത്, രാത്രിയാണ് ഞാൻ വിഡ്രോ ചെയ്തെടുത്തത്. സോ അത് റിയൽ ആയിട്ട് എനിക്ക് കിട്ടി. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചത്. സോ ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് വെച്ചാൽ അട്ടാപ്പോൾ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ ഒരു 2-2.5 വർഷം യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് ആദ്യം ഇത് കൊണ്ടുവന്നപ്പോൾ, അതായത് ലോഞ്ച് ആയപ്പോൾ ഇതൊരു സർവേ ആപ്പായിരുന്നു. ഓക്കെ, അതായത് ഒരു 3-4 ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. സോ അത് നമ്മൾ ആൻസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $0.01 തൊട്ട് $0.02 വരെ കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ഗെയിംസ്, അപ്ലിക്കേഷൻസ് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് $2, $3 എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. സോ ഞാൻ ആകെ സർവേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്കിത് റിയൽ ആണോ ഫേക്ക് ആണെന്ന് അറിയില്ല. സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സർവേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് $0.01 തൊട്ട് $0.02 വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു 2-2.5 വർഷമൊക്കെ ഇത്രയും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതായത് ഞാൻ 200 കറക്റ്റ് ഞാൻ അവിടെ കാണിക്കാം. ഓക്കെ, 280 സംതിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അവിടെ കാണിക്കാം. ഓക്കെ, സോ ഈ ഒരു ആപ്ലിക്കേഷൻ സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ജിമെയിൽ ID ആൻഡ് നമ്മുടെ കൺട്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സെയിം ആയിട്ടുള്ള കൊടുക്കണം. അതായത് നമുക്കിപ്പോൾ ചില സർവേയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. സോ നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഈ ഡേറ്റ് ഓഫ് ബർത്തും മാച്ച് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർവേ കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നമുക്ക് ഓർമ്മയില്ല ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഓർമ്മ വേണം. ഓക്കെ, സോ അതാണ് ഉദ്ദേശിച്ചത്. സോ ഇതിൻ്റെ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഞാൻ ഇത് ആദ്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് ചാനലൊക്കെ നോക്കി. ഇംഗ്ലീഷ് ചാനലൊക്കെ അവർക്ക് ഡയറക്റ്റായി ബാങ്കിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, പക്ഷേ അതൊന്നും ഫേക്കായിരുന്നു. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ പോയിണ്ടാവും. ഓക്കെ, സോ ബാങ്കിൻ്റെ ഓപ്ഷനൊന്നും ഇല്ല, പേയ്പിൽ മാത്രമേ ഉള്ളൂ. പേയ്പിൽ ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 3-4 പ്രാവശ്യമൊക്കെ നോക്കിയപ്പോൾ അത് ഫെയിലായി പോകണമെന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ ഒന്നാമത്തെ അക്കൗണ്ട് വെരിഫൈഡ് അല്ല, മറ്റേ KYC ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പേയ്പലിലേക്ക് വിഡ്രോ ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് ഫെയിലായി. ചിലപ്പോൾ KYC വെരിഫൈഡ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചറിൽ കൂടെയാണ് ഞാൻ വിഡ്രോ ചെയ്തെടുത്തത്. ഓക്കെ, സോ അങ്ങനെ ഫ്ലിപ്കാർട്ട്, നമ്മുടെ ബുക്ക് മൈ ഷോ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആപ്പൊക്കെ ഉണ്ട്. സോ അത് ഞാൻ അവിടെ കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇതിൻ്റെ വൗച്ചേഴ്സായിട്ട് നമുക്ക് റെഡീം ചെയ്തിട്ട് റെഡീം കോഡായിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ റെഡ്യൂസായി കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു ആപ്പ് വർക്കാവുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ആപ്പിനെ പറ്റി പറയാൻ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടിക്കുക ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെല്ലൈക്കൺ. എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഓക്കെ, സോ അടുത്തൊരു കിടുക്കച്ച് വീഡിയോ ആയി വീണ്ടും. നിങ്ങൾ നേരെ ബൈ.